Hi guys! നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഒരു ടാൻ വരികയാണ് അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ വരികയാണ്, പിമ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഉപദേശത്തിൽ പെടുന്ന ഒരാളാണ് നമ്മുടെ കടലപ്പൊടി അല്ലേ. കടലപ്പൊടിയുടെ തട്ടെന്നും താന്നിരിക്കുന്നുണ്ടോ, പക്ഷെ അതിനോടൊപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആളാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഗോതമ്പിൻ്റെ പൗഡർ കേട്ടോ. ഈ ഒരു ഗോതമ്പിൻ്റെ പൗഡറും അമേസിങ് റിസൾട്ടാണ്. അധികം നമ്മൾ കടലമാവിനെ പറ്റിയിട്ടാണ് കേട്ടിരിക്കുന്നത്, പക്ഷേ അതേ ഒരു റിസൾട്ട് നമുക്ക് തരുന്ന ഒരൊറ്റ ഒരാളുണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് മാവ് വെച്ചിട്ട് നമ്മളൊരു ഫേഷ്യലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേഷ്യലിനകത്ത് നമ്മൾ അല്പം കോഫിയുടെ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഇല്ലേ, നല്ല ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോഫി പൗഡർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു ഗോതമ്പിൻ്റെ പൗഡർ മാത്രം മതി, നല്ലൊരു ഗോതമ്പിൻ്റെ പൗഡർ ആയിരിക്കണം. അപ്പോൾ ഇത് ഞാനും വീട്ടിൽ തന്നെ അത് നമ്മുടെ ഗോതമ്പൊക്കെ കഴുകി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കോഫിയുടെ പൗഡർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഫിയുടെ പൗഡർ ചേർക്കാം. അതല്ലാത്ത പക്ഷം ആ ഒരു ഗോതമ്പിൻ്റെ പൗഡർ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫുൾ ബോഡിയിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ല ഫേസിലേക്ക് മാത്രമേ അങ്ങനെ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പച്ച പശുവിൻ പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പാക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളതങ്ങ് മിക്സ് ചെയ്ത് പാക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് രണ്ട് രീതിക്ക് വേണം, നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്ത് കൊണ്ടുവരുന്നത്. ആദ്യത്തെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മളതങ്ങ് മിക്സ് ചെയ്യുകയാണ്. പാലോ തൈരോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ കടലമാവ് പറയുമ്പോൾ അതിനകത്ത് തൈരും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോഫിയുടെ പൗഡർ കണക്കാക്കാം കേട്ടോ. നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കുഞ്ഞ് ടിപ്പാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് തള്ളിക്കളയരുത്. അമേസിങ് റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്, വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനൊക്കെ മുന്നായിട്ട് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് വരണം. അപ്പോൾ ക്ലെൻസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൊറിയൻസൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് അവരുടെ ക്ലിൻസിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റോ മിൽക്കാണ്. നമ്മുടെ പശുവിൻ പാലോ പാക്കറ്റ് പാലോ അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ പാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസൊക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മീതെയോ അല്ലെങ്കിൽ അതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ടിയിൽ അപ്ലൈ ചെയ്തെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 20 മിനിറ്റെങ്കിലും നിൽക്കാനായിട്ട് നോക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാജ് കൊടുത്തിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലർക്ക് പിമ്പിൾസ് വരാമെന്നുള്ള പേടി ഉണ്ടാവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ആദ്യ യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ആണ് കിട്ടുക. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പൊതുവേ എൻ്റെ ഇടതുവശത്തുള്ള ആ ഒരു കൈപ്പത്തി കുറച്ച് വലതുവശത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഇടതുവശത്തെ കൈപ്പത്തിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് കളർ കുറവുള്ള നമ്മുടെ വലതുവശത്തെ കൈപ്പത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ആ ഒരു വാഷിൽ തന്നെ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. കാരണം എൻ്റെ ഈ ഒരു ഇടത് കൈത്തെ ആ ഒരു കളറിനെക്കാളും എനിക്ക് കൂടുതലായിട്ട് കളർ ഫീൽ ചെയ്തതിൻ്റെ വലത് കൈയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, അതുപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മളത് ഫേസിലിടുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ആയിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുക. അത് കണ്ടിട്ട് ദയവ് ചെയ്ത് ഇതാരും ഡെയിലി ഉപയോഗിക്കരുത്. കാരണം ഇത് നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് സെൽസിനെ നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുവരും. ഇതിനകത്ത് നമ്മൾ കോഫിയുടെ പൗഡറും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ മാവാണ്. ഗോതമ്പിൻ്റെ മാവ് നന്നായിട്ട് ഡെഡ് സെൽസിനെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ പറയുന്നത് വീക്ക്ലി 2 ടൈംസ് മാത്രം ഉപയോഗിക്കാവൂ, അതും ഗ്യാപ്പ് ഇട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഇന്ന് മൺഡേ ആണ്, മൺഡേ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഫ്രൈഡേ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇതിനകത്ത് കോഫി പൗഡർ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു ഗോതമ്പിൻ്റെ പൗഡറും ആ പാലും മാത്രം ഉപയോഗിക്കണമെങ്കിൽ അമേസിങ് റിസൾട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.